ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ ബിഗോണിയ പ്ലാന്റ്സിൻ്റെ 3 വെറൈറ്റികളെ കുറിച്ചോ ആ ചെടികളുടെ കംപ്ലീറ്റ് കെയറിങ്ങിനെ കുറിച്ചാട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കാണണം. നമുക്കറിയാം 3 ബിഗോണിയ പ്ലാന്റ്സ് ഉണ്ട്. ഒന്ന് റെക്സി ബിഗോണിയ, രണ്ടാമത്തെ വാക്സി ബിഗോണിയ, മൂന്നാമത്തെ കെയിൻ ബിഗോണിയ. അതിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഗാർഡൻ അതിമനോഹരമാക്കാൻ പറ്റുന്ന നല്ലൊരു ഇലച്ചെടിയാണ് നമ്മുടെ ഈ ഒരു 3 ബിഗോണിയ പ്ലാന്റ്സ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ റെക്സി ബിഗോണിയ പ്ലാന്റ്സ് ആണ്. അപ്പോൾ റെക്സി ബിഗോണിയ പ്ലാന്റ്സിൻ്റെ ഒരുപാട് വെറൈറ്റികൾ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഈ ചെടി ഇലകൾക്കുള്ളിൽ നിന്ന് ഒളിഞ്ഞു നോക്കുമ്പോഴാണ് പൂക്കൾ ഉണ്ടാവുന്നത് അല്ലേ. നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇലകൾക്കുള്ളിൽ ഇങ്ങനെ മറിഞ്ഞു നിന്നിട്ടായിരിക്കും അധിക പൂക്കളും ഉണ്ടാവുന്നത്. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ, പൂക്കളും നല്ല ഭംഗിയാണ്. പക്ഷേ പൂക്കളെക്കാടി ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾക്കാണ് കേട്ടോ. ഇലകളാണ് ഇതിൻ്റെ ഒരു ശരിക്കുള്ള റെക്സി ബിഗോണിയൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇലകളാണ് കേട്ടോ, അതിൻ്റെ ലീഫാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്ത് നമുക്ക് ഒരുപാട് തൈകളാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു തൈ നമ്മളിപ്പോൾ ഈ ഒരു തൈ ചെടിയിൽ നിന്ന് നമുക്ക് ലീഫ് വെച്ചിട്ട് ഒരുപാട് തൈകളാക്കി എടുക്കാൻ പറ്റും. അതായത് ഇതിൻ്റെ മൂത്ത ഇല എടുക്കാം. ചെറുതായിട്ട് കേടാവുന്ന ഇലകളൊക്കെ ഉണ്ടാവും, അത് എടുത്തിട്ട് ഒരു ഇല തന്നെ 2 ഭാഗമാക്കിയിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒരു പൂയി മണ്ണിൽ വെച്ച് കൊടുത്തിട്ട് ഒരു കുമ്പിൾ കുത്തുമ്പോൾ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു കുമ്പിൾ കുത്തുന്ന അവിടെ ഒത്തിരി മണ്ണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു മാസം 1.5 മാസം ആകുമ്പോഴേക്ക് അതിൽ നിന്ന് തൈകൾ വരുന്നത് കാണാം കേട്ടോ. പിന്നെ നമുക്ക് ഈ റെക്സി ബിഗോണി നമുക്ക് ഇതിൻ്റെ തൈകൾ അടർത്തി മാറ്റിയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ആ 2 രീതിയിലാണ് നമ്മളിത് പ്രൊപ്പഗേഷൻ മെത്തേഡ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൺലൈറ്റ് എന്ന് പറയുന്നത് മിതമായ വെളിച്ചം മാത്രം മതി കേട്ടോ. ഒരുപാട് സൺലൈറ്റ് കിട്ടിയിട്ടുണ്ട് ഇലകളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം സൈസ്, അതായത് ഒരു വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെച്ച് കൊടുക്കുക. സൺഷെയ്ഡിൻ്റെ അടിയിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു പ്ലാന്റ്സ് നല്ല രീതിയിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ വെള്ളം ആവശ്യത്തിന് മാത്രം, അതായത് വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും ഇത് വാടിപ്പോകും. വെള്ളം കൂടിയാലും പ്രശ്നമാണ്, വെള്ളം കുറഞ്ഞാലും പ്രശ്നമുള്ള ഒരു ചെടിയാണ് നമ്മുടെ റെക്സി ബിഗോണിയ. അപ്പോൾ റെക്സി ബിഗോണിയക്ക് നമ്മളൊന്ന് നനവ് നോക്കിയതിന് ശേഷം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. വെള്ളം ഒഴിക്കാതിരിക്കരുത്, വെള്ളം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് വാടിപ്പോകും കേട്ടോ. അപ്പം വെള്ളം ആവശ്യത്തിന് കൊടുക്കുക. പിന്നെ റെക്സി ബിഗോണിയൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് നമുക്ക് മണൽ, അതുപോലെ തന്നെ കൊക്കോപ്പിറ്റ, അതുപോലെ തന്നെ നമുക്ക് എല്ലുപൊടി, അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു, അതായത് മണൽ, പിന്നെ കൊക്കോപ്പിറ്റ, വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടി, എല്ലുപൊടിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു, പിന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു പോട്ടി മിക്സിൽ നമുക്ക് നട്ടു കൊടുക്കാം. ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതിയ തൈ വെക്കുമ്പോൾ നമ്മൾ വെറും മണ്ണിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ പിന്നെ എന്താ പറയുക, ചാണകപ്പൊടി അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കണ്ട. നമ്മൾ തൈകൾ കുറച്ച് വലുതാകുന്ന സമയത്ത് നമ്മൾ മാറ്റല്ലോ ഈ ലീഫ് വെച്ചിട്ട്, ആ ഒരു സമയത്താണ് നമ്മൾ ഈ പറഞ്ഞ പോട്ടി മിക്സിലേക്കൊക്കെ നട്ടു കൊടുക്കേണ്ടത് കേട്ടോ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഇത് നമുക്ക് ഒരു ഈ സൈസുള്ള റെക്സി ബിഗോണിയൊക്കെ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വെക്കാൻ പറ്റുന്നത് കേട്ടോ. ഹാങ്ങിങ് എന്ന് വെച്ചാൽ ഒരു മതിലിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കാണിച്ചില്ലേ, നന്നായിട്ട് ഇങ്ങനെ ഹാങ്ങിങ് പോലെ തൂങ്ങി വരുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അധിക ബിഗോണിയ പ്ലാന്റ്സ്, റെക്സി ബിഗോണിയ പ്ലാന്റ്സിൻ്റെയും ബാക്ക് വശം നല്ലൊരു പർപ്പിൾ കളറായിരിക്കും കേട്ടോ. അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നല്ല രീതിയിലുള്ള പരിപാലനം കൊടുക്കണം കേട്ടോ. കാരണം നന്നായിട്ട് നമ്മൾ കെയർ കൊടുത്താൽ മാത്രമേ നമ്മുടെ ഈ ബിഗോണിയ പ്ലാന്റ്സിൻ്റെ ഏത് വെറൈറ്റി ആയാലും അത് നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിലുള്ള നമ്മൾ നല്ലൊരു കെയറിങ് തന്നെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്ന് പറ്റുന്നത് റെക്സി ബിഗോണിയാണ്. അതും പിന്നെ ഇലകളുടെ ഭംഗിയും ഏറ്റവും കൂടുതൽ റെക്സി ബിഗോണിയൊക്കെ കേട്ടോ. നല്ല ഒരുപാട് വെറൈറ്റികളുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് വെറൈറ്റി ഒന്നുമില്ല. അപ്പോൾ ഞാനൊരു പിന്നെ ഇതൊരു ഗ്രീൻ കൂടിയിട്ടുള്ള ഒരു പിന്നെ റെക്സി ബിഗോണിയാണ്. ഇതിൻ്റെ ബ്ലാക്ക് ബിഗോണി ഉണ്ട് കേട്ടോ. ബ്ലാക്ക് നമ്മൾ ഒരു കറുപ്പ് തോന്നിക്കുന്ന ബിഗോണിയ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് റെക്സി ബിഗോണിയൻ്റെ ഏകദേശമൊക്കെ നമുക്ക് സൺലൈറ്റ് അധികം പാടില്ല, ഓവർ വാട്ടറിങ് പാടില്ല. അത് തന്നെ നല്ലൊരു പോട്ടി മിക്സിൽ നട്ടു കൊടുക്കുക. അതിനുശേഷം നമുക്ക് NPK പോലെയുള്ള വളങ്ങൾ അധികം നമ്മൾ ഇലയിൽ സ്പ്രേ ചെയ്യാത്തതാണ് നല്ലത്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊന്ന് ചെടീൻ്റെ ചുവട്ടിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് പിന്നെ ഈർപ്പം ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്ലാന്റ്സും കൂടിയാണ് നമ്മളെ ഈ റെക്സി ബിഗോണിയ. അപ്പോൾ നമ്മൾ അതിന് കണക്കാക്കിയിട്ട് ഇലകൾക്കൊന്ന് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു 3 റെക്സി ബിഗോണി, അതായത് കെയിൻ ബിഗോണി ആയിക്കോട്ടെ, പിന്നെ റെക്സി ബിഗോണി ആയിക്കോട്ടെ, വാക്സി ബിഗോണി ആയിക്കോട്ടെ, എല്ലാത്തിലും ഫംഗസ് രോഗങ്ങളാണ് കേട്ടോ. അധികം വരെ ഫംഗസ് രോഗങ്ങൾ വരും. അതുപോലെ തന്നെ നമുക്ക്
ഒരു വെളുത്ത പൊടി മിൽഡു എന്ന് പറഞ്ഞിട്ടൊരു വെളുത്ത പൊടി ഒരു പൊടി പോലുള്ളത് അത്. പിന്നെ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെയാണ് ഇതിൽ മീലി ബഗിൻ്റെ ഒക്കെ രോഗങ്ങളാണ് വരുന്നത്. വെള്ളീച്ച എന്നൊക്കെ പറയുന്ന രോഗങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ രോഗത്തിനൊക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് 3 രോഗത്തിൻ്റെ പറയാം കേട്ടോ. രോഗത്തിന് നമ്മൾ പിന്നെ ഓർഗാനിക് പിന്നെ ഫെറ്റിസൈഡ് കൊടുത്താൽ മതി. അതായത് നീമോയിൽ സ്പ്രേ ചെയ്യുന്നത് നല്ലത്. ഇപ്പോൾ സാഫ് കൊടുക്കുക, പക്ഷേ സാഫ് കൊടുക്കുമ്പോൾ ചെറിയ തോതിലെടുക്കണം. കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ NPK ഒക്കെ നല്ല അളവിൽ കൊടുത്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഇലകളൊക്കെ എന്തായാലും ഒരു മങ്ങൽ വരും. അപ്പോൾ NPK കൊടുക്കുമ്പോൾ കുറഞ്ഞ അളവിൽ, നമ്മൾ മറ്റു ചെടികൾക്കാട്ടി കുറഞ്ഞ അളവിലെടുത്തിട്ട് ഈ ഒരു ചെടിക്ക് സ്പ്രേ ചെയ്യുക. അതുപോലെ നമ്മൾ ഫംഗിസൈഡ് കൊടുക്കുന്ന സമയത്തും നമ്മൾ ഓർഗാനിക് ഫംഗിസൈഡ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ പിന്നെ സാഫാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറഞ്ഞ അളവിലെടുത്തിട്ട് നമ്മൾ അടിച്ചു കൊടുക്കട്ടെ. കുറഞ്ഞ അളവിൽ, എന്തായാലും കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇലയ്ക്ക് അത്രത്തോളം ഒരു എന്താ പറയുക വെള്ളം നിൽക്കും പോലത്തെ ഒരു ഇലയാണ്. അപ്പോൾ അത്രത്തോളം ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കെയിൻ ബിഗോണിയാണ് കേട്ടോ. ഇത് നേരത്തെ ഞാൻ പറഞ്ഞില്ല, ബ്ലാക്ക് റെക്സി ബിഗോണിയല്ല, ബ്ലാക്കാണ് കേട്ടോ. അത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കെയിൻ ബിഗോണിയൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കെയിൻ ബിഗോണിയ കുറച്ച് പൊക്കം വയ്ക്കുന്ന ഒരു ചെടിയാണ് കെയിൻ ബിഗോണിയ. കെയിൻ ബിഗോണിയ നമ്മൾ എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുക? നമ്മൾ അതായത് നമ്മൾ നല്ല പൊക്കം വെക്കുന്നത് കൊണ്ട് തന്നെ കെയിൻ ബിഗോണിയ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രൂണിങ് ചെയ്ത് കൊടുക്കുക. അതായത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്കത് ആ ഒരു കെയിൻ ബിഗോണിയ ബുഷിയായിട്ട് വരും കേട്ടോ. കെയിൻ ബിഗോണിയ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇതിൽ നല്ല ബുഷിയായിട്ട് വരും. ആ ബുഷിയായിട്ട് വരുന്ന സമയത്ത് നമുക്ക് പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗം നമുക്ക് ഇതാണ് കെയിൻ ബിഗോണിയ. നമുക്ക് ആ കട്ട് ചെയ്യുന്ന ഭാഗം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പുതിയ തൈകളാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കെയിൻ ബിഗോണിയ നമ്മൾ എന്തായാലും സ്റ്റെമ്മ് കട്ടിങ്ങിലൂടെയാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകും കേട്ടോ. പൂക്കളുടെ ഭംഗിയും അതിൽ തന്നെ ഇലകളും പല വെറൈറ്റി ആയിട്ടുള്ള കെയിൻ ബിഗോണിയ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കെയിൻ ബിഗോണിയാണ്. ഇതിലും നമുക്കുണ്ടല്ല പൂക്കളുണ്ട്, പക്ഷേ പൂക്കൾക്ക് നമ്മൾ അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിലും നമ്മൾ ഇത് വർഷം മുഴുവൻ പൂക്കൾ തരുന്നൊരു പ്ലാന്റ്സാണ് നമ്മുടെ ബിഗോണിയ പ്ലാന്റ്സ് കേട്ടോ. മൊത്തത്തിലുള്ള എല്ലാ ബിഗോണിയ പ്ലാന്റ്സും നമുക്ക് വർഷം മുഴുവൻ പൂക്കൾ തരും. പക്ഷേ പൂക്കളെക്കാട്ടി നമ്മൾ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് എന്താണ്? ഇല ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇലച്ചെടിയിലാണ് ഇതിനെ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ഇലച്ചെടിയിലാണ് ഉൾപ്പെടുത്തിയിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത്. കാരണം നമ്മൾ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലിപ്പോൾ 2 വെറൈറ്റിയെ കാണിച്ചിട്ടുള്ളൂ. 2-3 വെറൈറ്റിയാണ് ഇതിൽ കാണിക്കുന്നത്. ഒരുപാട് നല്ല ലീഫിലൊക്കെ അങ്ങനെ ഡോട്ട് കുത്തൊക്കെ ഉള്ള അത് എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് പോയി. അപ്പോൾ അത്രത്തോളം ഭംഗിയുള്ള കെയിൻ ബിഗോണിയ ഉണ്ടാവും. കെയിൻ ബിഗോണിയ നമുക്ക് നല്ല ബുഷിയായിട്ടൊക്കെ വെട്ടി കൊടുത്തിട്ട് നന്നാക്കി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു കെയിൻ ബിഗോണിയ കേട്ടോ. അതിന് നമ്മൾ പോട്ടി മിക്സ് എടുക്കുന്ന സമയത്ത് മണൽ, ചാണകപ്പൊടി, അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടി, കൊക്കോപിറ്റ്, അതായത് പിന്നെ നമ്മുടെ ചകിരിച്ചോറൊക്കെ എടുത്തിട്ട് നല്ലൊരു പോട്ടി മിക്സിൽ നമ്മൾ നട്ട് കൊടുത്താൽ മതി. നമ്മൾ സ്റ്റെമ്മ് കട്ടിങ് പിടിപ്പിക്കുന്ന സമയത്ത്, അതായത് നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള സ്റ്റെമ്മ് പിടിപ്പിക്കുമ്പോൾ നമ്മൾ വെറും പൂയി മണ്ണിൽ വെച്ച് കൊടുക്കുക. ഒരു വളവും ഇല്ലാത്ത മണ്ണിലാണ് കേട്ടോ അധിക ചെടി നമ്മൾ പിടിപ്പിക്കേണ്ടത്. അങ്ങനെ പിടിപ്പിച്ചാലാണ് പെട്ടെന്ന് വേര് വരിക കേട്ടോ. നമ്മൾ വിചാരിക്കും ഒരുപാട് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടിക്കും, പക്ഷേ പിടിക്കില്ല. നമ്മൾ വെറും പൂയി മണ്ണിൽ, അതായത് മണൽ നമ്മൾ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ച് ചകിരിച്ചും കൂടി കൊക്കോപിറ്റും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ വെച്ച് കൊടുത്താലും ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ബോഗൻവില്ല പ്ലാന്റ്സൊക്കെ എങ്ങനെ നട്ടുപിടിപ്പിക്കുക? ഒന്നെങ്കിൽ പൂയി മണ്ണിൽ, അല്ലെങ്കിൽ ചേരിച്ചോറിനല്ലേ പെട്ടെന്ന്, അല്ലെങ്കിൽ വെള്ളത്തിൽ വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വെള്ളത്തിൽ നമ്മൾ ബോഗൻവില്ല പ്ലാന്റ്സിൻ്റെ കമ്പ് വെച്ച് കൊടുത്തിട്ട് 1-2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പൂയി മണ്ണിലേക്കോ അല്ലെങ്കിൽ നമ്മൾ എന്തിലേക്കാണ് നമ്മൾ പിന്നെ ചകിരിച്ചോറിൽ വെച്ച് കൊടുത്തിട്ട് വേഗത്തിൽ നമുക്ക് പിടിക്കുന്നത് കാണാം അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു ചെടി നമുക്ക് ഇത് ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കെയിൻ ബിഗോണിയ അല്ല, ഇത് റെക്സി ബിഗോണിയൻ്റെ ഒരു തൈയാണ് കേട്ടോ. അപ്പോൾ അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വാക്സി ബിഗോണിയ കേട്ടോ. വാക്സി ബിഗോണിയൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പൂക്കൾക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. പൂക്കൾ അതിമനോഹരമായിട്ടുള്ള പൂക്കളായിരിക്കും വാക്സി ബിഗോണിയ ഉള്ളത്. അപ്പോൾ അതിൽ വൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പിങ്ക് പൂക്കളുണ്ട്, ഓറഞ്ച്, റെഡ്, ഇങ്ങനെയുള്ള. അതുകൂടാതെ അതിൻ്റെ ഇലകൾ ഇത് കാണിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇലകൾ എന്താ പറയുക, നല്ല ഭംഗിയായിട്ട്, നല്ല ഭംഗി എന്ന് പറയുമ്പോൾ ഒരു ഷൈനിങ് ഉള്ള ഒരു ഇലയാണ് കേട്ടോ ഈ ഒരു വാക്സി ബിഗോണിയക്കുള്ള. അപ്പോൾ ഇലയും നല്ല ഭംഗിയാണ് കാണാൻ, അതുപോലെ തന്നെ നമ്മുടെ പൂക്കളും നല്ല ഭംഗിയായിട്ടാണ് നമ്മുടെ വാക്സി ബിഗോണിയ ഉള്ളത്.
പെട്ടെന്ന് രോഗം വരും, പെട്ടെന്ന് നമുക്ക് നന്നായിട്ട് പിടിക്കുന്ന പ്ലാന്റാണ് വാക്സി ബിഗോണിയ. പക്ഷേ പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്ന പ്ലാന്റും കൂടിയാണ് വാക്സി ബിഗോണിയ. കാരണം നമ്മളൊന്ന് ഇതിലൂടെ നടക്കുമ്പോൾ തന്നെ അത് ഒടിഞ്ഞു പോകും, തട്ടിയാൽ ഒടിഞ്ഞു പോകട്ടെ, ഒരു വെള്ളത്തണ്ട് പോലെയൊക്കെ ആയിട്ട് അങ്ങനെ. ഇതാണ് വാക്സി ബിഗോണിയ കേട്ടോ. അപ്പോൾ വെള്ളത്തണ്ട് പോലെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൽ ഞാനൊരു വൈറ്റ് പൂക്കളുള്ളതാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഒരുപാട് പൂക്കൾ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കളറിലുള്ള പൂക്കളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിന് നമ്മൾ എന്തായാലും പോട്ടി മിക്സിൽ വേപ്പിൻ പിണ്ണാക്ക് ആഡ് ചെയ്യണം. കാരണം പെട്ടെന്ന് രോഗം വരുന്ന, വേരിനൊക്കെ ചീച്ചൽ വരുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് വേപ്പിൻ പിണ്ണാക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് തടയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഓർഗാനിക് വളങ്ങളൊക്കെ കൊടുക്കുക. നമ്മൾ പോട്ടി മിക്സ് എടുക്കുന്ന സമയത്ത് കൂടുതൽ ചകിരിച്ചോറ് പാടില്ല. ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞ് പോകുന്ന ഒരു ചെടിയും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ബിഗോണിയ പ്ലാന്റ്സ് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഈ 3 ബിഗോണിയ പ്ലാന്റ്സിന് ഒരുപാട് വെയിൽ ആവശ്യമില്ല, ഒരുപാട് വെള്ളം ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.